ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 9. കട്ടിളകളിന്മേൽ ആശ്വാസം. അവയെ നിന്റെ വീട്ടിന്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. തെക്കൻ ലൂസിയാനയിലെ 2016 വെള്ളപ്പൊക്കത്തിനു ശേഷം ഞാൻ സോഷ്യൽ മീഡിയ ഫീഡ് സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളപ്പൊക്കത്തിൽ നാശമായ അവളുടെ വീട് പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ അവളോട് ഹൃദയഭേദകമായ ആ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ പോലും ദൈവത്തെ അന്വേഷിക്കുവാൻ അവളുടെ അമ്മ അവളെ ഉപദേശിച്ചു. താമസിയാതെ എൻ്റെ സുഹൃത്ത് അവളുടെ വീടിൻ്റെ പൊളിഞ്ഞുപോയ കട്ടിളകളിന്മേൽ കണ്ടെത്തിയ ബൈബിൾ വാക്യങ്ങളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു. അത് വീട് നിർമ്മിച്ച സമയത്ത് എഴുതിയതാണെന്ന് തോന്നുന്നു. ആ മരപ്പലകളിലെ തിരുവെഴുത്തുകൾ വായിച്ചത് അവക്ക് ആശ്വാസം പകർന്നു. വാതിൽ പടികളിൽ ബൈബിൾ വാക്യങ്ങൾ എഴുതുന്ന പാരമ്പര്യം ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്നും ഉരുത്തിരിഞ്ഞതായിരിക്കാം. താൻ ആരാണെന്ന് ഓർക്കുന്നതിനുള്ള ഒരു മാർഗമായി തൻ്റെ കൽപ്പനകൾ വാതിൽപ്പടികളിൽ രേഖപ്പെടുത്താൻ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നിർദ്ദേശം നൽകി. അവൻ്റെ കൽപ്പനകൾ ഹൃദയത്തിൽ എഴുതുവാനും അവ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കാനും അവ അടയാളമായി കൈമേൽ കെട്ടുവാനും വീടിൻ്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിൽ എഴുതുവാനും അവർക്ക് കൽപ്പനയുണ്ടായിരുന്നു. അങ്ങനെ ദൈവവചനങ്ങളുടെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ഇസ്രായേലിയർക്ക് ഉണ്ടായിരുന്നു. അവൻ്റെ വചനങ്ങളോ അവിടുന്നുമായിട്ടുള്ള ഉടമ്പടിയോ ഒരിക്കലും മറക്കാതിരിക്കുവാൻ അവർ അത് ചെയ്യേണ്ടതായുണ്ടായിരുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ദൈവവചനങ്ങൾ പ്രദർശിപ്പിക്കുന്നതും അവയുടെ അർത്ഥം നമ്മുടെ ഹൃദയങ്ങളിൽ നട്ടുവളർത്തുന്നതും തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വിശ്വസ്തതയിൽ ആശ്രയിക്കുവാൻ ഒരു അടിത്തറ പണിയാൻ നമ്മെ സഹായിക്കും. ഹൃദയഭേദകമായ നഷ്ടത്തിൻ്റെയോ ദുരന്തത്തിൻ്റെയോ നടുവിൽ പോലും നമ്മെ ആശ്വസിപ്പിക്കുവാൻ ആ വചനങ്ങളിൽ കൂടി ദൈവത്തിന് കഴിയും. ചിന്തിക്കുക, എപ്പോഴാണ് തിരുവെഴുത്ത് നിങ്ങൾക്ക് ഏറ്റവും ആശ്വാസമായി തീർന്നിട്ടുള്ളത്? തിരുവെഴുത്തുകളിലെ സത്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായത്? ദൈവത്തിന് മഹത്വം.